അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയവും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ. ബിഗ് ബോസിൽ എനിക്കിന്ന് വേറെ ഒരു കണ്ടന്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പിന്നെ ഡോക്ടറെ പറ്റി നമ്മൾ എത്ര പറഞ്ഞാലും മടുക്കത്തുമില്ല. നമുക്കത് ചെയ്യാനും ഇഷ്ടമാണ്. അതും കൂടെ വേണം അല്ലേ? പിന്നെ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇന്നലെ ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ട് യൂട്യൂബർമാരെ തൻ്റെ നല്ല സമയത്തും തൻ്റെ ചീത്ത സമയത്തും തന്നോടൊപ്പം നിന്ന യൂട്യൂബർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ടു. എല്ലാവരും നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്, അത് താമസിക്കാതെ തന്നെ സംഭവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ ഡോക്ടർക്ക് ഇപ്പോഴും നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബർമാരെ അത് നിർത്തൂ എന്ന് പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ആ പോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പം നമ്മളൊക്കെ പലരും വിചാരിച്ചിരിക്കുന്നത്, ഡോക്ടർ, ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ യൂട്യൂബിലൂടെ പറയുന്ന പല കാര്യങ്ങളും ഡോക്ടർ ഈ ഏതെങ്കിലും മാധ്യമങ്ങളെ കാണുന്ന സമയത്തും അതുപോലെ അല്ലാതെ പോസ്റ്റിലുമൊക്കെ അത് പരാമർശിക്കുന്നതായിട്ട് കാണാം. അപ്പം ഞാൻ ഉള്ളുകൊണ്ട് വിചാരിക്കും, എൻ്റെ ചാനൽ കണ്ടതിന് ശേഷമാണല്ലോ ഡോക്ടർ ഇത് പറയുന്നത് എന്ന് വിചാരിക്കും. അനേകം ആൾക്കാരുടെ കമൻറ്റുകളും കാണും കേട്ടോ. അതെല്ലാം കണ്ടതിന് ശേഷം കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമല്ല. നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇന്നലെ ഡോക്ടർ ഇത് പോസ്റ്റ് ഇട്ടപ്പോഴേ നമ്മളെപ്പോലുള്ള യൂട്യൂബർമാർക്കെല്ലാം വളരെ സന്തോഷം തോന്നി. ഞാനൊരു കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ വീഡിയോ ചെയ്യുന്ന പല ചാനലുകളും അവരുടെ എല്ലാം ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ. ഇടക്കാലത്ത് അതൊന്നും ബ്രേക്കപ്പ് എന്തായി, കുറച്ച് ചാനലുകൾ പിന്മാറി, എന്നിട്ട് കുറച്ച് ചാനലിലേക്ക് ഒതുങ്ങി. എന്നാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു വീഡിയോയും കൂടി ഇല്ലാത്ത സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഈ സീസൺ 4 കഴിഞ്ഞപ്പം മുതൽ തന്നെ ഇപ്പം യൂട്യൂബർമാരും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഇപ്പം ഞാൻ പല യൂട്യൂബർമാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം അവരിപ്പോഴും തുറന്നു പറയുന്നുണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അനുകൂലമായിട്ട് വീഡിയോ ചെയ്തവർ പെട്ടെന്ന് പ്രതികൂലമാകുന്നു. അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് തരം കിട്ടുമ്പോഴൊക്കെ നെഗറ്റീവ് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് നല്ലത് പറയുന്നത് എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചീത്ത പറയുമ്പോൾ കിട്ടുന്ന വീഡിയോയ്ക്കായിരുന്നു. അവരതിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അന്ന് ഈ നല്ലത് പറയുമ്പോഴുള്ള വീഡിയോയ്ക്കുള്ള നേട്ടം എന്ന് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നു, അത് കേൾക്കാൻ വേണ്ടി ഡോക്ടർ ഇഷ്ടപ്പെടുന്നവരൊക്കെ തയ്യാറാണ്. പക്ഷെ നെഗറ്റീവ് പറയുമ്പം ഈ ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാം അത് കാണുന്നു. ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് എന്താണ് ഞങ്ങൾ ഡോക്ടറെ പറ്റി പറയുന്നതിന് അറിയാനുള്ള താല്പര്യം. നെഗറ്റീവ് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഡോക്ടറെ പറ്റി ചീത്ത പറയുന്നു, നമുക്കൊന്ന് കേട്ട് ജീവിക്കാം, കമൻറ്റ് ചെയ്യാം എന്ന് ഒരു ആഘോഷം അവരെ സംബന്ധിച്ചുണ്ടാകാറുണ്ട്. അതാണ് ഈ നെഗറ്റീവിലേക്ക് ഒരു കൂട്ടം ആൾക്കാരെ ഒരു സമയത്ത് പോകാനുള്ളത്. ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം ഒരു സീസണിലെ ഒരു മത്സരാർത്ഥി പോലും യൂട്യൂബർമാരോട് ഇത്ര അനുകൂലമായി പെരുമാറിയ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയും ഇല്ല എന്ന് തന്നെ പറയാം. എന്തിനാ പറയുക, സിനിമാ ഫീൽഡിൽ പോലും ഇങ്ങനെ ഒരു വ്യക്തിയെ കാണാനേ ഇല്ല എന്നാണ് പലരുടെ അഭിപ്രായം. അത് പലരും വൈകിയെങ്കിലും മനസ്സിലാക്കുന്നു. സീസൺ 5 മത്സരാർത്ഥികളെല്ലാം വന്നു, സീസൺ 6 മത്സരാർത്ഥികളെല്ലാം വന്നു. പലരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള യൂട്യൂബർമാരുടെ ഒരു അഭിപ്രായം തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സംസാരിച്ച പലരും പറയുന്നത് ഇങ്ങനെയാണ്. പലരും കാശ് മേടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുന്നത്. അതുപോലെ പലരും തങ്ങളുടേതായ യൂട്യൂബിലൂടെ ആണ് തങ്ങളുടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു കല്യാണത്തിന് പോയാൽ, ഒരു ഫംഗ്ഷന് പോയാലൊക്കെ അവരുടെ യൂട്യൂബിൽ കൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത്. മറ്റുള്ള യൂട്യൂബർമാരെയൊന്നും അറിയിക്കാറേ ഇല്ല എന്നുള്ള അങ്ങനെ വരുമ്പോഴാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരായിരുന്നു എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നു എന്ന് പല യൂട്യൂബർമാരും നമ്മളോട് പറയാറുണ്ട്. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. നമ്മൾ സീസൺ 4 കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്നു കഴിഞ്ഞപ്പോൾ
അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഡെയിലി 3, 4, 5 ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും കാശ് മേടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എടുത്തതല്ല. അദ്ദേഹം പല ഫംഗ്ഷന് പങ്കെടുക്കുന്നു. അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കാശ് മേടിക്കേണ്ട സ്ഥാപനങ്ങളിലൊക്കെ ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ കാശ് മേടിച്ചുകൊണ്ടാകാം. പക്ഷെ അവിടെ എല്ലാം തന്നെ അദ്ദേഹം യൂട്യൂബർമാരെ കണ്ടിരുന്നു. തൻ്റെ ഇൻസ്റ്റയിലൂടെ ഇന്നടുത്ത് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ തന്നെ കാത്തിരുന്ന യൂട്യൂബർമാരോട് സംസാരിക്കുവാനും ആ ഫംഗ്ഷൻ പൊതുവായിട്ട് അവരുമായിട്ട് സഹകരിക്കാനും ഒക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാകാം, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ നീക്കമാകാം. സോഷ്യൽ മീഡിയ അത്രമേൽ അദ്ദേഹത്തെ ആകർഷിക്കുന്നു. ഒരു പരിധി വരെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഒരു വിജയത്തിന് കാരണം ഈ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് തന്നെയാണ്, അല്ലേ? ചിലപ്പോൾ നമ്മളൊരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇത്രമേൽ ആക്റ്റീവ് അല്ലായിരുന്നുവെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ആൾക്കാർ ഇഷ്ടപ്പെടും, പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വരാറാണ്. പക്ഷെ അതുണ്ട്, ഈ മാർക്കറ്റ് ഉള്ളിടത്ത് മാത്രമേ ഈ യൂട്യൂബർമാർ നിൽക്കാറുള്ളൂ. വ്യൂസ് ഇല്ലെങ്കിൽ ആരുടെയും വീഡിയോ എടുത്തില്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫംഗ്ഷന് പോവുകയും മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു 2-3 വാക്കുകൾ എടുത്ത് അത് യൂട്യൂബിനകത്ത് ഇടുമ്പോൾ അത് കാണാൻ ആളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ കാത്തു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി. അത് നമ്മൾ മറന്നുകൂടാ. അങ്ങനെ ഡോക്ടർ അന്നേരം ചോദിക്കുന്നുണ്ട്, എനിക്ക് ഡോക്ടർ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങരുതോ എന്ന് ചോദിക്കുന്ന പലരോടും ഡോക്ടർ പറയുന്നൊരു മറുപടി ഉണ്ടായിരുന്നു. ഇത് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ്, പല യൂട്യൂബർമാരും ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. പലർക്കും വേറെ തൊഴിലൊന്നുമില്ല, ഇതാണ് ഒരു വരുമാന മാർഗം. അങ്ങനെയുള്ളവർക്ക് അവർ എന്നെക്കൊണ്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ, ഞാനൊരു യൂട്യൂബ് ഇട്ട് അവരുടെ കനിയിൽ എന്തിന് വെള്ളം ചേർക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഡോക്ടർ അന്ന് സംസാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ സീസൺ 5 തൊട്ടുള്ള മത്സരാർത്ഥികളെ പലരും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലുകളുണ്ട്. അവർ സ്വന്തമായിട്ട് തൻ്റെ ചാനലിലൂടെ ഇടുന്നു, അവർ കാശുണ്ടാക്കുന്നു. പല ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന സീസൺ 6 പറ്റി ഇപ്പം പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, പല ചാനലുകളോടും സംസാരിക്കാൻ ചില മത്സരാർത്ഥികൾ തയ്യാറാവുന്നില്ല. അവർ കാശിന് വേണ്ടി ഇൻ്റർവ്യൂ ആണ് പലർക്കും കൊടുക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അത് എന്തുമാത്രം സത്യമാണെന്നറിയില്ല, പക്ഷെ പലരും നമ്മൾ കാണാറില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരായിരുന്നു, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ഇപ്പോഴത്തെ ചില യൂട്യൂബർമാർ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം പല സോഷ്യൽ മീഡിയയിലെ പല സ്ഥലങ്ങളും കാണാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ നഖശികാന്തം എതിർത്തുകൊണ്ടിരുന്ന പല യൂട്യൂബ് ചാനലുകളും ഇപ്പം സൗമ്യരാകുന്നു, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായിട്ട് ഇടപെടുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ യൂട്യൂബിനകത്തോട് ഇടുന്നു. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പം വൈകിയാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ഓളം, അതിനുശേഷം ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പല നെഗറ്റീവ് സോഷ്യൽ മീഡിയയെ കൊണ്ട് നിറയ്ക്കുന്നു. അവസാനം അതെല്ലാം ഒഴുകി പോകുമ്പോൾ അദ്ദേഹത്തിന് തെളിമയായ മുഖം ഇപ്പോഴും സോഷ്യൽ മീഡിയ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു, അല്ലേ? അതുതന്നെയാണ് കാരണം. നമ്മുടെ ഒരാളുടെ ഒരു സത്യം മനസ്സിലാക്കാൻ അല്പം വൈകിയാലും അത് മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും കൂടുതൽ എന്തോന്നായിട്ട് ഉജ്ജ്വലിക്കും എന്ന് തന്നെയാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സീസൺ 4 മത്സരാർത്ഥിയായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഇത്രയും സപ്പോർട്ട് കിട്ടിയപ്പം 5 ചില മത്സരാർത്ഥികൾക്കും സപ്പോർട്ട് കിട്ടി. പക്ഷെ അത് നമ്മളെന്ന് പറഞ്ഞു, ഇതൊന്നും നീണ്ടു നിൽക്കുന്നതല്ല. ഇപ്പം നിങ്ങൾ ആ സീസൺ തൊട്ട്, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ആ സീസൺ തൊട്ട് ഇങ്ങോട്ട് എടുത്തോ. 4 കഴിഞ്ഞ് ഏത് മത്സരാർത്ഥിയുണ്ട് ഈ യൂട്യൂബർമാരോട് ഇത്ര ഉദാരമായി സംസാരിക്കുന്നത്? ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയാലും, ഒരു അവാർഡ് ഫംഗ്ഷന് പോയാലും, എവിടെ പോയാലും, ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലും അവിടെ എല്ലാം യൂട്യൂബർമാരോട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വ്യക്തമായ കാര്യങ്ങൾ മണിക്കൂറെടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് അവർക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒത്തിരി കണ്ടൻറ്റുകളായിരുന്നു. ആ ദിവസത്തേക്കും കണ്ടൻറ്റുകൾ മൊത്തം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അത് 2 തരത്തിലാണ്. ഒന്ന്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പല യൂട്യൂബിൽ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. യൂട്യൂബർമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അവർക്ക് കണ്ടൻറ്റുകളായി, അവർക്ക് അരിയണം പറയുന്ന പോലെ അരിമേടിക്കാനുള്ള കണ്ടൻറ്റുകൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മൂലം കിട്ടുന്നു.
ഇപ്പോഴത്തെ ഒരു മത്സരാർത്ഥി, ഇപ്പോഴത്തെ അല്ല സീസൺ 5 തൊട്ടുള്ള ഒരു മത്സരാർത്ഥി അങ്ങനെ കണ്ടന്റ് കൊടുക്കാൻ പ്രാപ്തരായ മത്സരാർത്ഥികളല്ല. അവരുടെ ജീവിതം നോക്കി അവർ പോകുന്നു. അവർ വല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അവരുടെ യൂട്യൂബിലിട്ട് ജീവിക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് നല്ലതാകാം. ഈ നമ്മളെപ്പോഴും പറയുന്നില്ലേ, ഈ എന്തോന്നുള്ളപ്പോഴേ തൂറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ സീസൺ 5-ലായാലും ഈ 6-ലായാലും ഈ മത്സരാർത്ഥികളെയൊക്കെ അവരുടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ആരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഇനി പോരട്ടെ എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അവർ. നല്ല സമയത്തല്ലേ അവരോട് കൂടെ നിൽക്കുന്നു. അല്ലെങ്കിൽ സീസൺ 4 പോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നിന്ന് പോലെ ഒരു ഗിരീനായിട്ട് എല്ലാ സീസണിലും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരായിട്ടൊന്നും നിലനിൽക്കാൻ ഈ മത്സരാർത്ഥികൾക്കൊന്നും കഴിയാറുമില്ല. അതായിരിക്കാം ഒരുപക്ഷെ അവർ ഈ ഉള്ള സമയത്ത് കാശുണ്ടാക്കാനുള്ള മാർഗങ്ങൾ തിരക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഡോക്ടറെ പോലെ ആകണമെന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ പലരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതാണ്. പല മത്സരാർത്ഥികളും സീസൺ 5-ലായാലും 5-ൽ നടന്നു കഴിഞ്ഞപ്പോഴും 6 ആയപ്പോൾ അല്പം കൂടെ കൂടി പല മത്സരാർത്ഥികളെയും കിട്ടാനേ ഇല്ല. അവരെവിടെ പോകുന്നു, ഏത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു എന്ന് പോലും അറിയാറില്ല. അതൊക്കെ പെയ്ഡായിട്ട് പല ചാനലുകൾക്കും കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന വസ്തുത. അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് അറിയില്ല. ഏതായാലും നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പലരെയും കാണാനില്ല എന്നുള്ളതാണ്. അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അത് അങ്ങനെ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ. അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്, അല്ലേ? ഇപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നാളെ നമുക്ക് സംസാരിക്കാം. ഇച്ചിരി അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി നീണ്ടുപോകും. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.